പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സർവകൃപാലുവായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവായ ദൈവം കഴിഞ്ഞ നാളുകളിൽ നമ്മെ അത്ഭുതകരമായി നടത്തി ഇതുവരെ നമ്മെ കൊണ്ടുവന്നു. ഇനിയും വീണ്ടും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നമ്മെ ജയത്തോടെ നടത്തുവാൻ ആമേൻ സ്തോത്രം കഴിവുള്ള ദൈവമാണ്, വിശ്വസ്തനായ കർത്താവാണ്. ഈ നാളുകളിൽ ആ യേശു കർത്താവിൽ, യേശു ക്രിസ്തുവിൽ തന്നെ പൂർണ്ണമായി വിശ്വസിക്കുക. യേശു കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു വേദഭാഗം വായിക്കാം. മീഖ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 19-ാം വചനം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളയും. പ്രൈസ് ദി ലോർഡ്. അതേ ഇംഗ്ലീഷ് ബൈബിൾ നാം ഇങ്ങനെ വായിക്കുന്നു. മീഖ ചാപ്റ്റർ 7 verse 19: You will again have compassion on us. You will tread our sins underfoot and hurl all our iniquities into the depths of the sea. Amen. നമ്മുടെ ദൈവം എത്ര കരുണയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ നാം വായിക്കുന്ന അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. ആർക്കും കരുണ തോന്നാതിരിക്കുന്ന സാഹചര്യത്തിലും നമ്മുടെ ദൈവമായ കർത്താവ് നമ്മോട് കരുണ കാണിക്കുവാൻ ആമേൻ സ്തോത്രം മതിയായ ദൈവമാണ്. ഈ നാളുകളിൽ ആ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ആമേൻ സ്തോത്രം. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. ഇനിയും ഒരു ദൈവപ്രവൃത്തിയുണ്ട്. വീണ്ടും കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. യാഗത്തിലല്ല, കരുണയിലത്രേ ദൈവം പ്രസാദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇച്ഛിക്കുന്നവനാരുമല്ല, ഓടുന്നവനാരുമല്ല, കരുണ ചെയ്യുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഒത്തിരി ഇച്ഛകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, അതിനുവേണ്ടി നാം പരിശ്രമിക്കുന്നുണ്ട്, ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കരുണ അവൻ വെളിപ്പെട്ടില്ല എങ്കിൽ നാം എത്ര ആഗ്രഹിച്ചാലും എത്ര പരിശ്രമിച്ചാലും ഒന്നും സാധിക്കുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. ആ കരുണയിൽ ആശ്രയിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിക്കാം. കർത്താവ് നമ്മോട് കരുണ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും വായിക്കുന്നു: നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, നാം ഏത് വിധമായ അകൃത്യം ചെയ്താലും അവൻ എത്ര മഹാപാപങ്ങൾ, ഹല്ലേലൂയ, ക്ഷമിക്കുവാൻ കഴിയാത്ത പാപങ്ങൾ നാം ചെയ്താലും, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ അകൃത്യങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ദൈവം മാത്രമല്ല, ഇവിടെ വായിക്കുന്നു അവരുടെ പാപങ്ങളൊക്കെയും ഈ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ട് കളയും. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യരാണെങ്കിൽ ഹല്ലേലൂയ, നാം ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു അകൃത്യം ചെയ്തു, ഒരു പാപം ചെയ്തു എന്ന് മനുഷ്യർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ഹല്ലേലൂയ, ചിലപ്പോൾ നാം ക്ഷമ ചോദിക്കുമ്പോൾ അവർ ക്ഷമിച്ചിരിക്കാം, സ്തോത്രം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കാം. പക്ഷേ സാഹചര്യങ്ങൾ മാറുന്തോറും ആമേൻ സ്തോത്രം, പലവിധ സാഹചര്യങ്ങളിൽ അവർ അതിനെ ഉണർത്തി വീണ്ടും കുത്തി നോവിച്ച് അതിനെ ഹല്ലേലൂയ വീണ്ടും ഓർമ്മപ്പെടുത്തി ആമേൻ വേദനിപ്പിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യർക്ക് അത് വേഗം മറക്കുവാൻ കഴിയത്തില്ല. എന്നാൽ നമ്മുടെ ദൈവം ആമേൻ അകൃത്യങ്ങളെ, ഏത് അകൃത്യം ചെയ്ത വ്യക്തിയായിരുന്നാലും യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് അപ്പാ അങ്ങനോട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, അകൃത്യങ്ങളെ കർത്താവ് ചവിട്ടിക്കളയുന്നത് പോലെ അവൻ കർത്താവ് അത് മാറ്റിക്കളയും. സ്തോത്രം. അവൻ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഒരു തിങ്സ് എടുത്ത് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അവൻ ഒരിക്കലും തിരികെ ലഭിക്കുവാൻ പോകുന്നില്ല. അതുപോലെ നമ്മുടെ പാപങ്ങളെ കർത്താവ് സമുദ്രങ്ങളുടെ ആഴങ്ങളിട്ട് കളയും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരിക്കലും അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊക്കിയെടുത്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്ത വ്യക്തിയല്ലേ, നീ ഇങ്ങനെ കടന്നു വന്ന വ്യക്തിയല്ലേ എന്ന് ദൈവം നമ്മോട് സംസാരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ആമേൻ. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയ പുത്രൻ അവനെല്ലാം നഷ്ടപ്പെടുത്തി കൊണ്ടുപോയി. എന്നാലും ആമേൻ പിതാവിനോടും സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, എന്നോട് കരുണയുണ്ടാകണമേ എന്ന മനുഷ്യൻ ആമേൻ ആ ഇളയ പുത്രൻ വിളിച്ചു പറഞ്ഞപ്പോൾ ആ അപ്പന് കരുണ തോന്നിയതുപോലെ ഹല്ലേലൂയ, അവനൊന്നും ഓർമ്മിക്കാതെ ആമേൻ സ്തോത്ര ആ അപ്പൻ ആഴമായി സ്നേഹിച്ചതുപോലെ ഇന്നും നമ്മെ സ്നേഹിക്കുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവ്
നമുക്കുണ്ട്. നമുക്ക് വേണ്ടി ജീവൻ നൽകി നാം പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ച സ്നേഹവാനായ ഒരു യേശപ്പനുണ്ട്. ഹല്ലേലൂയ. ഈ നാളുകളായി യേശു കർത്താവിൽ ആഴമായി വിശ്വസിക്കുക. എത്ര ക്ഷമിക്കുവാൻ കഴിയാത്ത പാപങ്ങളെയും യേശു ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. യേശു നമ്മെ സ്നേഹിക്കും. ഏത് അകൃത്യവും ഏത് പാപവും കർത്താവ് മാറ്റി നമ്മോട് വീണ്ടും കരുണ കാണിക്കും. ഈ ദിവസത്തെ പരിശുദ്ധാത്മാ വ്യക്തമായ ആലോചന പറയുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ കർത്താവ് സംസാരിക്കുന്നു. വീണ്ടും കരുണ കാണിക്കും. വീണ്ടും ദൈവം കരുണ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും കരുണ കാണിക്കുന്നു. നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും അയ്യോ അവൻ ഇനി എനിക്ക് എങ്ങനെയാണ് ഒരു അടുത്ത തലത്തിലിട്ട് ഞാൻ പോകുന്നത്, ഇനി ഞാൻ എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്നൊന്നോർത്തും ഭാരപ്പെടേണ്ട. കർത്താവ് വീണ്ടും കരുണ കാണിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നതും നാം പ്രയത്നിക്കുന്നതും ഒക്കെയും സാധ്യമാകും. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ആ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. എന്നാൽ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ ഒരു വചനമുണ്ട്, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. ദൈവത്തിൻ്റെ കരുണ നാം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമുക്കും മറ്റുള്ളവരോട് കരുണയുണ്ടായിരിക്കണം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്ര. കരുണയില്ലാത്ത ന്യായവിധി ഉണ്ട്. അത് നമുക്ക് വരാതിരിക്കണമെങ്കിൽ നാം കരുണയുള്ളവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്ര. കർത്താവിന് സകല സൃഷ്ടികളോട് കരുണ തോന്നുന്നു. ആ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാം. കർത്താവ് നമ്മോട് വീണ്ടും കരുണ കാണിക്കും. ദൈവം നമ്മെ വീണ്ടും രക്ഷിക്കും, വീണ്ടും സൗഖ്യമാക്കും, വീണ്ടും വിടുവിക്കും, വീണ്ടും നമ്മെ അനുഗ്രഹിക്കും, ജയത്തോടെ നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ മഹാകരുണയോടെ കർത്താവ് നമ്മെ നടത്തും. ആ കരുണ പ്രാപിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ മാത്രമുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ഇവിടെ നശിച്ചു പോകുവാനല്ല, ഹല്ലേലൂയ, നിത്യതയ്ക്കായി ആ സ്വർഗരാജ്യത്തിനായി നമുക്കൊരുങ്ങാം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവേറ്റവും അടുത്തു. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വചനപ്രകാരം ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. നാഥ, അങ്ങ് ഞങ്ങളോട് വീണ്ടും കരുണ കാണിക്കുന്ന ദൈവമെന്ന് വീണ്ടും ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതിനായ സ്തോത്രം. വചനം ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഏത് അകൃത്യങ്ങളെയും ഏത് പാപങ്ങളെയും കർത്താവേ സ്തോത്ര സമുദ്രങ്ങളുടെ ആഴത്തിലിട്ട് കളഞ്ഞ് അവയെ ചവിട്ടിക്കളഞ്ഞ് കർത്താവേ തൻ്റെ മക്കളെ ആഴമായി അങ്ങ് സ്നേഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.